പേരിലൂർ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് ഉണ്ടല്ലോ. അപ്പോൾ അതിന് ബേസ് എന്ന് പറഞ്ഞാൽ ബ്ലോഗിലത്തെ കഥകളാണ്, ഷോർട്ട് സ്റ്റോറീസാണ്. ഓക്കെ, ഒരു 10ഓളം കഥകളുണ്ട്, എല്ലാം കഥകളാണ്. പക്ഷെ അതിനകത്ത് ആ കഥകൾ അവർക്ക് നമ്മൾ ഹോട്ട്സ്റ്റാറിൻ്റെ അടുത്ത് പിച്ച് ചെയ്യുമ്പോൾ കഥയായിട്ടാണ് പിച്ച് ചെയ്തത്. അപ്പോൾ ഒരു സ്റ്റോറി വേണമല്ലോ, അതിനെ എല്ലാം കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റോറി വേണം. അപ്പോൾ അത് മാളവിക എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ ഒരു ആക്സിഡൻ്റൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നു എന്ന് പറയുന്ന സ്റ്റോറിയാണ്. അത് മാത്രം ബ്ലോഗിൽ ചെറുകഥയിലില്ല, മാളവിക എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇല്ല. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടപ്പള്ളിയിലെ കഫേയുടെ പേരെന്തായിരുന്നു, എന്തോ ഒരു എടപ്പള്ളിയില് നന്ദിലത്ത് ജീമാർട്ടിന്റെ അതെ. അപ്പൊ എനിക്ക് പൊതുവെ ഈ കഫേസിലൊക്കെ ഇരുന്നിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് അത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വഴിക്കാണ് ഇവർ കുറച്ച് പേര് അവിടെ വന്നിട്ട് മൈക്കും സാധനങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണ്. പിന്നെ അതിരുന്ന് കണ്ടു, ഓപ്പൺ മൈക്ക് ഇരുന്ന് കണ്ടു, മൊത്തം കഴിഞ്ഞിട്ടാണ് പരിചയപ്പെടുന്നത്. അപ്പൊ അതുവരെ എഴുതിയതിലെല്ലാം നല്ല കോൺഫിഡൻസ് തോന്നി കാണാൻ. മനുഷ്യന്മാരെന്തൊക്കെയാ ഇത് കൊള്ളാം, ഇത്ര നേരം ഒരു ഉറപ്പില്ലായിരുന്നു. അപ്പൊ അവിടെ ആക്ച്വലി അത് അവിടെ പേരിലൂരിന്റെ ഒരു മറ്റേ ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ ആയിരുന്നു, അവിടെ വെച്ചിട്ടാണ്. തുടക്കത്തിൽ നമ്മള് മറ്റേ സ്റ്റാർട്ടിങ് കണി കണ്ടത് അവിടെ നിന്നായിരുന്നു. ദീപക്കിനൊക്കെയാണ് കണി കണ്ടത്. അങ്ങനെയാണോ തിരുവാണെന്നുള്ള സാധനം എഴുതിയത്? അങ്ങനെയാണോ?